വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച പണമെവിടെ? ഏത് അക്കൗണ്ടിൽ എത്ര രൂപ നിക്ഷേപിച്ചുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. പിരിച്ച പണം ദുരന്തത്തിൽ മരിച്ചവരുടെ ചോര പുരണ്ടതാണ്. ആ പണമാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്? വയനാട്ടിൽ കോൺഗ്രസ് വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണം തുടങ്ങിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. എന്നാൽ നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികൾ പോലും തുടങ്ങിയിട്ടില്ലെന്ന് തെളിഞ്ഞു. അബദ്ധത്തിൽ പോലും സത്യം പറയരുതെന്ന് ശഠിക്കുന്ന നേതാവായി പ്രതിപക്ഷ നേതാവ് മാറി. ശരിക്കും നുണേഷൻ. കനഗോലു എന്ന സ്ട്രാറ്റജിസ്റ്റിനെ കൊണ്ടുവന്ന് PR വർക്ക് നടത്തുന്ന കള്ളന്മാരുടെ ഒരു കൂട്ടമാണ് കോൺഗ്രസിന്. പെൻഷൻ പോലും നേരാവണ്ണം കൊടുക്കാതെ അധികാരത്തിൽ നിന്നിറങ്ങിപ്പോയ ഒരു ഗവൺമെന്റാണ് UDF. നിരവധിയായ വിദ്യാലയങ്ങൾ UDF ഭരണകാലത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു. ഓണപ്പരീക്ഷ വന്നപ്പോൾ പാഠപുസ്തകം പോലും കൊടുക്കാൻ UDFന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കിയ LDF സർക്കാർ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ കൊടുത്തു. വീണ്ടും വയനാടിന്റെ കാര്യം ഓർക്കുകയാണെങ്കിൽ UDF പിരിച്ചു എന്നത് ശരിയാണ്. പക്ഷേ പിരിച്ച കാശ് ദുരന്ത ബാധിതർക്ക് കിട്ടിയിട്ടില്ല. ശവം തൂക്കികൾ എന്ന വിശേഷണം എന്തുകൊണ്ടും ഇക്കൂട്ടർക്ക് ചേരും. സാധാരണ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സർക്കാരിനെതിരായ വിമർശനം ഉന്നയിക്കും. എന്നാൽ പ്രതിപക്ഷം നിസ്സഹായ അവസ്ഥയിലാണിപ്പോൾ. വിമർശനം ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സർക്കാരിനെതിരായി ഒന്നും പറയാനില്ല. നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ പോലും കാര്യമായ വിമർശനം ഉന്നയിച്ചിട്ടില്ല. സർക്കാരിനെ എതിർക്കാൻ നുണകളെ ആശ്രയിക്കാനാണ് അവർക്ക് താല്പര്യം. അതിന് പ്രൊഫഷണൽ ഏജൻസിയെ കനഗോലുമാരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 150ഓളം കോടി രൂപയാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പിരിച്ചതെന്ന് അനൗദ്യോഗിക കണക്ക്. അപ്പോൾ യഥാർത്ഥ കണക്കുകൾ എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആ ഭൂമിയിൽ കല്ലിട്ട് കല്ല് പോലും ഇളക്കിക്കളഞ്ഞ് അവിടെ ഒരു മതിൽ പോലും പണിയാൻ സാധിക്കാത്ത തരത്തിൽ വയനാട് ജനതയെ പറ്റിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ചോദിക്കുന്ന ചോദ്യമാണ് കോൺഗ്രസിനോട്. വയനാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ദുരന്തബാധിതരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നും പ്രവാസികളിൽ നിന്നും എല്ലാം പിരിച്ച പൈസയുടെ കണക്കെവിടെ? പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത് മുഴുവൻ സുരക്ഷിതമാണെന്നാണ്. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ പണം ഉണ്ടെന്ന രൂപത്തിലാണ് മറുപടി പറഞ്ഞത്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയായി വന്നല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ഈ കണക്കൊന്നും കണ്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുക്കുന്ന കണക്കിലും ഒന്നും ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിന്റെ കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. ആ പണം എന്തു ചെയ്തു? അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ CPM പിരിച്ച പണം എവിടെ എന്നാണ് മറു ചോദ്യം. CPM 92,99,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയതിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി കോൺഗ്രസിന്റെ ഊഴമാണ്. കണക്കുകൾ പുറത്തു വരട്ടെ. ഗവൺമെന്റിന്റെ വീട് കൈമാറുന്നതോടൊപ്പം വീട് കൈമാറും എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ആപ്പ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ പിരിച്ചുവല്ലോ. ഒടുവിൽ ആപ്പുമില്ല, പണവുമില്ല. കോൺഗ്രസ് ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. വയനാട് പിരിച്ച പൈസ എവിടെ കോൺഗ്രസേ? ആപ്പ് എവിടെ കോൺഗ്രസേ? വീട് എവിടെ കോൺഗ്രസേ?